ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് മരുഭൂമിയാണ്. മരുഭൂമി ആയിരിക്കും. ഇത് മരുഭൂമി ആയിരിക്കും. മരുഭൂമി മരുഭൂമി ഒട്ടകം പഠിച്ചോനെ. അവിടെ ഒരു മരുഭൂമി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മരുഭൂമി സെറ്റ് ഒട്ടകം. അവിടെ ഇരിക്ക്. എന്റെ കുട്ടീൻ്റെ ആ ടവല് കണ്ടീന്നാ. പാവങ്ങളാ ഇവിടെ ഇരിക്കുന്നു. ഒട്ടകത്തിനെ മേക്കാൻ ഇട്ടിരിക്കോ. അവിടെ ഊരിട്ട് കണ്ട് കേറ്. ഇതിനൊന്ന് കെട്ടിക്കാട്ടെ. മഴ ഉണ്ട് കേട്ടോ. മഴക്കാറുണ്ട്. അല്ലല്ല പച്ചോനെ എവിടെ കിട്ടണ്ട് കിട്ടണ് അതിന് പേടി. അതിന് പേടി. മഴ ഇത് നനിയോ നനീലേ. അപ്പൊ മഴ ഇങ്ങനെ ചാറുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാ അവരെ അതിന്റെ ഉള്ളിൽ കേറിയിരുന്നത്. മഴ പെയ്തോണ്ട് നമ്മള് ഇരിക്കാനൊരു സൗകര്യം. സെറ്റപ്പ് മരുഭൂമി. ഇവിടെ ഇരുന്നാണ്ട് ഫ്രണ്ടിക്ക് നോക്കുമ്പോ ഒട്ടകം 2 ഒട്ടകങ്ങൾ. ഒട്ടകത്തിനെ മേക്കാനിട്ട് കണ്ടുപിടിക്കണം. ഞാൻ ഇതിനെ ഇരിക്കോ കുട്ടിനെ ഓന അതിന്റെ മേലെ കയറാം. ഓന അതിന്റെ മേലെ കയറ്റ. ഭംഗിയില് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെരുപ്പ് കൊടുക്കണേ. കച്ചറല്ല തീരുമാനത്. കുതിരല്ലത് ഒട്ടകം. എന്താണ് അയിമില് ശരിക്കിരിക്ക്. ശരിക്കിരിക്ക്. റൈഡ് ശരിക്ക് റൈഡ് പോണ്ട് ശരിക്ക്. അല്ല ചെരുപ്പിടാതെ കേറല്ലോ. അവൻ ചെരുപ്പിടെടുത്ത് ആ കാക്ക പറഞ്ഞോട്ടാ പോണില്ല. ബേബി ആ കുടിൽ മരുഭൂമിയിലെ കുടിലിൽ ഇരിക്കുന്നു കുട്ടിയുമായി. എന്നോട് എങ്ങനെയുണ്ട് അനുഭവം? മരുഭൂമിയിൽ പോയ അനുഭവം ഉണ്ടോ? മരുഭൂമിയിൽ നല്ല ചൂടുണ്ട്. മരുഭൂമിയിൽ നല്ല ചൂടുണ്ട്. റീൽസും ഒക്കെ എടുത്തുട്ടോ. കുട്ടീനെ വന്ന് വാങ്ങിട്ട് കുട്ടീനെ തള്ളിയെടുക്കും. വേണ്ട ഞങ്ങൾ പോവാണ്. നമ്മള് അടുത്തത് എന്താ അവിടെ ഉള്ളത് പോയി നോക്കാം. ഇവിടെ ഓരോ ലാമ്പുകളൊക്കെ തൂക്കിട്ട് കേട്ടോ. എന്താ ചെറിയ ലാമ്പ്. അതിന് ഇംഗ്ലീഷാ പറഞ്ഞു ലാമ്പ്. അയച്ചിട്ട് ഇംഗ്ലീഷ് ലാമ്പ് എന്ന് പറയും. ആ വാട്ടർ ബോട്ടിൽ എടുത്താ? വാട്ടർ ബോട്ടില് ആരെടുത്ത്? വാട്ടർ ബോട്ടില്
അതെടുക്കാൻ മറന്നു നമ്മള്. അല്ല ഇങ്ങട്ട് അടുത്ത പാമ്പ് ഇതെന്താണ്? ഒരു പാറ കേട്ടോ, പാറല്ലേ? പാറ അവിടെ എന്തോ ഉണ്ട് അപ്പുറത്ത്. ഇതാ വെള്ളത്തിന്റെ ഇതല്ലേ? ഇതെന്താണ്? ഇത് പാറയാണ്. പാറ പോലെ പോര് ഉള്ളിലെ ബാക്ക് ഇതിലെ പോവാം. അവിടെ എന്തോ ഉണ്ട്. അതതിന്റെ എൻട്രൻസാ? ആണല്ലേ? ആണ് ആണ് എൻട്രൻസ് അതാ. അപ്പൊ നമ്മള് പുറത്തേക്ക് പോവാ. ഇവിടുത്തെ ഏകദേശം കഴിഞ്ഞില്ല. ആ അപ്പൊ നമ്മള് വന്ന സ്ഥലത്തേനെ എത്തിട്ടാ തിരിച്ച് അവിടുന്ന് ഇറങ്ങിക്കോണ്ട്. ഇതിന് പേരെന്താ ഞാൻ പറഞ്ഞു? ആ ഞാനും പറഞ്ഞു. നമ്മൾ അവിടെ പോയി നോക്കിയാ അവിടെ ഒന്നും ഇല്ലല്ലോ. ഈ ചെടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറങ്ങില്ല. ആ അപ്പൊ ഞങ്ങൾ ഇതിനെ പുറത്തിറങ്ങാം കേട്ടോ. കാക്ക പറഞ്ഞിട്ട് പറഞ്ഞു കേൾക്കാത്ത കുട്ടിയാ. ഒരു ഒട്ടകത്തിന് പേര് സന്തോഷാണ്. പോയേക്കാ. ശരിയാ പേടിയാണെന്ന് പറയും. അവിടെ ഇരിക്ക്, അവിടെ ഇരിക്കേ. അതിന്റെ ഉള്ളിൽ ഇരിക്കേ. ഫോട്ടോ എടുക്കാനാണ്. ഞാൻ പോയ കാക്കും കയറിയേക്കാം. അവിടെ ഒന്നുമില്ല. അവിടെ റൂമുണ്ടാവും താമസിക്കാറ്. നിങ്ങളിവിടെ റൂം അല്ലല്ലോ. മിറാക്കിൾ ഗാർഡൻ നമ്മള് കണ്ടത്. സാധാരണ ഞങ്ങൾ വരുന്ന സമയത്തൊന്നും ഇതുപോലെ ഒഴിഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇവിടൊക്കെ ഫുള്ളാളാ. മഴ പെയ്യുന്നോണ്ടാണ് വരാത്തത്. എന്നും ഇറങ്ങും. മഴ കണ്ടാ പിന്നെ സൈക്കിൾ ഓട്ടണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അവര് അവിടെ ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ആണ്ട് പോയി നോക്കും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ മരങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ. നല്ല പച്ചപ്പുണ്ട്. അടിപൊളി. കുട്ടിക്ക് പഠിച്ചു കഴിയുന്നില്ലേ? ഇന്നല്ലോ ഞാനിരുന്ന് അള്ള പഠിച്ചവനെ എത്താൻ പറ്റുന്നത്. എങ്ങണ്ടാ ചെറുങ്ങടെ ചോടി ഞങ്ങൾ പോട്ടെ. ചാട്. കൈ മുട്ടിയില്ലേ? വാ. ആദ്യം ഉണ്ടോ? ഈ ആദ്യയുടെ ആദ്യയുടെ ആദ്യം അവിടെ ചെയ്യാൻ പോയി. നല്ല മഴയാണ്. ഈ മഴത്തെ ചളിയിൽ കീഴാൻ പോയിണ ഒരാള്. ആദ്യ അവനൊപ്പം കേറി കൊടുത്താ മേലറ്റം കേറി പേടിയായിട്ട് അങ്ങനെ നിൽക്കൂല. അവിടെ ഇരിക്കണം. ആദ്യം വരുന്നു മുന്നിലെത്താട്ടാ. മുന്നിൽ കീ ഓൻ ബാക്കിൽ വന്നു. അവിടെ പുട്ടി നിന്നോ?
വാടല്ലോ ഞങ്ങള് പോവാട്ടാ. അല്ലോ കാക്കാനെ മുന്നിൽ ഇരിക്കട്ടാ. കാക്കാനെ മുന്നിലിരുന്നാ മതി. ഇന്നിറങ്ങുവോ? ആ കാക്കാനെ മുന്നിലിരുന്നോ? ഇതിലിറക്കി കാണുന്ന മഴ പോവൊക്കെ ചോദിച്ചു മുഴുവൻ ഇപ്പൊ 2-3 കുട്ടികൾ പോണി വീട് വീട് കണ്ട് വാട്ടലാട്ടുമ്പോഴേക്ക് വട്ടത്തേക്ക് ഇറങ്ങി. ഇത് കുറച്ച് ഉയരം കൂടി, പക്ഷെ ആ വലിപ്പമുള്ള കുട്ടികളെ ഇതിൽ ആടാൻ പാടുള്ളൂ. ഈ കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് പറ്റൂ. മറ്റേ നമ്മൾ ശ്രദ്ധിക്കണം. തീരെ ആളില്ല കേട്ടോ. ആളില്ല. ആളാളെ കാണാനായിട്ട് എനിക്കൊരു വൈബ് കിട്ടണില്ല. ആളില്ലായിട്ട് എനിക്കൊരു വൈബ് കിട്ടണില്ല. നല്ല ഫ്രീ ആയി കിടക്കുന്നുണ്ട്. വന്നപ്പോ കൊറേ ആളുണ്ട്. ഞാൻ പുൽമേട് കൂടെ പോയാ പിന്നെ അത്രയും നടക്കണ്ടല്ലോ. നല്ല മഴ വരുന്നുണ്ട് ഗൈസ്. മഴ കൂടി. അപ്പൊ കുട്ടിക്ക് മഴ കൂടി. ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ കയറി നിൽക്കട്ടെ. ഇവരിവിടെ കയറി. ഇക്ക കുട്ടിനെയും കൊണ്ട് അവിടെ ഇവിടെ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. തള്ളണ് തള്ളണ് തള്ളണ്. നല്ല മഴ. ഋഷി അവിടെ കുട്ടിനേറ്റ് അവിടെ കയറി. അവിടെ ഒരു വെള്ളക്കുപ്പിയൊക്കെ വെക്കണ സ്ഥലല്ലേ. ഇങ്ങോട്ട് ഇങ്ങോട്ട് മയത്തല്ലേ എങ്ങനെ മയത്ത് കളിക്കുക? കയറണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ മഴ പെയ്തുകൊണ്ട് നല്ല വെള്ളമാണ്. അപ്പം ഞങ്ങൾ കയറണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങനെ വാശി പിടിച്ചു കൊടുക്കാണ്. ആ ആളില്ലല്ലോ. ഇന്നൊക്കെ കുട്ടികളൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് കോട്ടക്കുന്ന് വന്ന വിശേഷങ്ങൾ കേട്ടോ. മഴ ആയതുകൊണ്ട് കുട്ടികൾക്ക് വിചാരിച്ച പോലൊന്നും തൃപ്തിയായില്ല. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ കോട്ടക്കുന്ന്. സാധാരണ ഞങ്ങൾ 2-3 തവണ ഒക്കെ ഇവിടെ വരാറുണ്ട്. ആദ്യമായിട്ടാണ് ഇപ്പോൾ പ്രാവശ്യമൊക്കെ വന്നിട്ട് പോകാനായി. ഞങ്ങളിപ്പോൾ വരുന്നുള്ളൂ കേട്ടോ. ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മഴ ആയതുകൊണ്ട് ആളൊന്നുമില്ല. റൈഡുകളും ഒക്കെ നിർത്തി വെച്ചിരുന്നു കേട്ടോ. കയറണം എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. വല്ലാത്ത വാശിയാണ് കളിക്കാൻ വേണ്ടി 100ന്റെ ടിക്കറ്റ് ഒരു 30 ടിക്കറ്റ്. 100ന്റെ ടിക്കറ്റ് പറഞ്ഞാൽ 4 കയറാം.
പിന്നെ ടിക്കറ്റ് വന്നത് ഒന്നിൽ കയറും ചെയ്യാം, ഒരാൾക്ക് 2 രൂപ. അപ്പൊ ഞാൻ അങ്ങനെ 5 എടുത്ത് ശരിക്കും മുക്കി പിടിച്ചോ കേട്ടാ. ഓൻ കേറിയിട്ട് കൊടുക്കാം. മുക്കി പിടിച്ചോ. അല്ലോടെ പിടിച്ചിരുന്നോട്ടാ. തള്ളിയിടരുതിട്ടാ. മഴ ഉണ്ടാവോ? ആ ചെറുത്തപ്പോഴും മഴച്ചാറുണ്ട് അല്ലേ? ആ ഇത് കൊള്ളൂലല്ലേ, ശരിയാണ്. അതിലുണ്ടല്ലോ. അല്ല ഇതിണ്ടല്ലോ. നമ്മൾ പണ്ട് വന്ന ഈ സാധനമൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഈ കേടന്ന് നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് വർക്ക് ഓടി 2 ആള് മാത്രമുണ്ട് തീവണ്ടിയിൽ. ഡ്രൈവർ വന്നിങ്ങനെ മുന്നോട്ടാ വണ്ടി പോകണ്ടിട്ടാ, തിരിച്ചു വരണ്ടാ. ഒരു 2 ദിവസത്തില് രസമാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഓരോന്ന് കളിച്ചാൽ. മഴ ആയതുകൊണ്ട് ഒന്നും നമുക്കൊരു ഇതില്ല. മഴ ആയതുകൊണ്ട് ഒന്നിനും ഇതിന് കയറാൻ പറ്റുമോ കേട്ടാ കൂടി. ഈ ചാടിന് കൂട്ടോ? ഈ ചാടിന്റെ റാംബോല് കയറാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഇതോടുകൂടി കഴിഞ്ഞു. നീ വീട്ടിൽ പോയിരുന്നു. നീറ്റ് പോകാനുള്ള മടിയെന്ന് ഞാൻ സൂം ചെയ്ത് കളിച്ചത്. ഇത്രയൊക്കെയാണ് കോട്ടക്കുന്നിലെ വിശേഷങ്ങൾ കേട്ടോ. ആ പച്ച മീനിൽ കയറിയിട്ടിട്ട് പച്ചന്നമാണെന്ന് പറഞ്ഞിട്ട് ഇരുത്തിയുന്നുണ്ട്. അങ്ങനെന്താ അറിയില്ല, ഭയങ്കര ഫേവറേറ്റ് കളറാണോ എൻ്റെ ഗ്രീൻ എന്നാണ്. അവിടെ കണ്ട് ഞങ്ങളവിടെ പോണില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം കേട്ടോ. ഡാ ആദ്യം വാ.
കോട്ടക്കുന്നിലെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ കോട്ടക്കുന്ന് കണ്ടു. ഇനി നമ്മൾ കോട്ടക്കുന്ന് തിരിച്ചു പോകാം അല്ലേ? നമുക്ക് ഇനി മഴ ഇല്ലാത്ത ദിവസം നോക്കി ഒരു ദിവസം വരാം, കുട്ടികളെല്ലാവരും കൂടി ഒന്നും കൂടി എല്ലാത്തിനും കയറാനായിട്ട്. എന്നാ കയറിക്കോ. ആ എവിടെ എന്നാ ഇവിടെ കയറിക്കോ. അതിൽ വെള്ളം ഉണ്ടാ? അതും കൊണ്ടോ ആ ബോട്ടിൽ അവിടെ കൊടുക്കണം, നമുക്ക് പൈസ വാങ്ങണം. കോട്ടക്കുന്ന് വിസിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഇനിയും നല്ലൊരു വീഡിയോ വേണം നമുക്ക് വീണ്ടും കാണാം. ഹലോ ടേക്ക് കെയർ. ഹലോ ബൈ. ബൈ.